എല്ലാവർക്കും നമസ്കാരം. ലെക്സ് പ്ലേയുടെ 54-ാമത്തെ എപ്പിസോഡിലേക്ക്. ആരും ഒന്നും കണ്ടില്ല. രണ്ട് ഹൃദയമല്ല ഇൻട്രോ എടുക്കാൻ വേണ്ടി തുള്ളിച്ചാടി വന്നതാ. എല്ലാം എനിക്ക് കിട്ടി. എനിക്ക് തന്നെ ഞാനേ കിട്ടിയുള്ളൂ. എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതേ നമ്മളാണെങ്കിൽ ഇന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇവിടെ ആയിട്ടുണ്ടാക്കല്ലേ. ഇവിടെ അത്യാവശ്യം നല്ല പ്ലെയിനാണ്. ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സർക്കിളാണ് ഞാൻ ഉദ്ദേശിക്കണത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു ഗ്രീൻ ഹൗസ് എന്ന് പറയില്ല, എന്നിട്ട് നിങ്ങൾ സുതിയാണ് എൻ്റെ കോപ്പി എന്ന് പറയും. ഗ്ലാസ് ഹൗസ് അതെങ്ങനെയുണ്ട്? ഗ്ലാസ് ഹൗസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ. അതിൻ്റെ ചെറിയ റീപ്ലേ മോഡൊക്കെ നമുക്ക് കാണാമല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ഔട്ട്ലൈൻ ഇടണതും എല്ലാം നിങ്ങളൊരു ചെറിയ റീപ്ലേ മോഡ് പോയി കണ്ടിട്ട് വാങ്ങി. എൻ്റെ പേര് RS. ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ് ഹൗസ് ഉണ്ടാക്കിയെന്ന്. കണ്ട എന്ത് ഭംഗിയാന്ന് നിങ്ങൾ നോക്കുക. ഓ എന്നാ ഭംഗിയാ. നമുക്ക് ഫുള്ളി ഗ്ലാസ്, ഒരു ഇഗ്ലൂ ഹൗസ് പോലെ ഉണ്ടെങ്കിലും ഇത് ഇഗ്ലൂ ഹൗസായിട്ട് ഒരു ബന്ധമില്ലെന്ന് ആരും എന്നോട് ചോദിക്കരുത്. വേണമെങ്കിൽ ഞാൻ ഫ്രീ ക്യാം ഇട്ട് കാണിച്ചു തരാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഇപ്പം ഇഗ്ലൂ ഹൗസ് അല്ല, ഗ്ലാസ് ഹൗസ് ഇരിക്കണേ. ഗ്ലാസ് ഹൗസ്. ഞാൻ ഗ്ലാസ്സൊക്കെ ഇടയ്ക്ക് മാറിപ്പോവും, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ചില്ല് ഹൗസ്, ചില്ല് വീട്. നമ്മുടെ ചില്ല് വീട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ ചില്ല് വീട്ടിൽ ഇനി നമ്മുടെ ഫ്ലവറുകളെല്ലാ വെറൈറ്റിയും നമുക്ക് ഇതുപോലെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം ഗൈസ്. ഇനി ഇതവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കണോ? എല്ലാം നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാം വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും, പിന്നെ എല്ലാ ഫ്ലവർ ടൈപ്പുള്ള എല്ലാ സാധനങ്ങളും, മറ്റേ വള്ളിച്ചെടി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഇതിങ്ങനെയും കൂടി വെക്കണം ഗൈസ്. അല്ലെങ്കിൽ ഫുള്ള് ഗ്രാസ് ആക്കണില്ല, നമ്മൾ കുറച്ച് ഡെക്കറേഷൻ വേണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് മൂലകളിലായിട്ടാണ് നമ്മൾ സാധനങ്ങൾ വയ്ക്കണേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് പ്ലാങ്ക് വയ്ക്കാം. സ്ലാബ് വയ്ക്കാം. നമ്മൾ വുഡ് ലാഭിക്കണമെന്ന്. നമുക്ക് എവിടെയാണ് ബിസിനസ് നടത്തിയാലും നമുക്ക് ലാഭം വേണ്ടെന്ന്, അവർക്ക് നഷ്ടമൊക്കെ മതി. അപ്പോൾ ഇത് കണ്ട അടിയിൽ ഇങ്ങനെ ബ്ലോക്ക് വെറുതെ വേസ്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങളും ബിൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാൻ ഒരു പിശുക്കനായതുകൊണ്ട് ഞാൻ പലതും ചെയ്യുമെന്ന്. നിങ്ങൾ റിച്ച് ആണെങ്കിൽ നിങ്ങളെടുത്ത് വുഡൊക്കെ എറിയണമെന്ന്. നിങ്ങൾ വുഡൊക്കെ ലാവയിലെടുത്ത് എറിയണം. ഞാൻ എറിയൂല. ലാവയിലേക്ക് എറിയണമെന്നില്ല, എൻ്റെ വേൾഡിലേക്ക് എറിഞ്ഞാൽ മതി. ഞാൻ പാവല്ലേ, എനിക്ക് പണിയെടുക്കാൻ വയ്യാണ്ടെന്നല്ല കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ അടിയിൽ മൊത്തം അത് വെക്കട്ടെ. അത് വെക്കുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. പിന്നെ എൻ്റെ മൈക്കിന് എന്തോ സീനുണ്ടെന്ന് എനിക്ക് നല്ല തോന്നലുണ്ട്. കാരണം സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് സൗണ്ടൊക്കെ പിടിക്കണം. ബട്ട് എന്തോ വിഷയം ഉണ്ടെന്ന്. അത് ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തീർച്ചയാണെന്നാണ് എനിക്കറിയില്ല. കാരണം ഞാൻ ആ കൗതുകം കൊണ്ട് ഞാൻ ഗെയിമിൻ്റെ അകത്തേക്ക് ചിലപ്പോൾ കയറി പോകുന്നു, അതായിരിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് ആദ്യം ഇവിടുത്തെ ഇതൊക്കെ കളയാലേ. ശരി, എനിക്ക് അതൊക്കെ വെച്ച് മടുത്തോലതിന് ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇങ്ങനത്തെ ഡീറ്റെയിലിങ് കുറച്ച് പണി തരും. നമുക്ക് ഈ മൂലയ്ക്ക് ഇങ്ങനെ വയ്ക്കാം. ഈ മൂലയ്ക്ക് ഇങ്ങനെ വെക്കണോടത്തല്ല നമുക്ക് ഫ്ലവർ ടൈപ്പ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത് വയ്ക്കാം. ഇതിവിടെ വെച്ചു, ഇവിടെയും വെച്ചു. ബാക്കി എല്ലായിടത്തും നമുക്ക് നമ്മുടെ സ്ലാബ് വയ്ക്കാം. ഓക്കെ, ഇത് ഏത് സ്ലാബ് നിങ്ങൾക്കറിയോ? ഇതാണ് സ്പ്രൂസിൻ്റെ സ്ലാബ്. ആർക്കും അറിയില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതെന്ന് ആരോടും പറയുന്നു വേണ്ട. ഓക്കെ, ഇത് ഇവിടെയും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞു. ഓക്കെ, ലാസ്റ്റത്തെയും കൂടി പൊട്ടിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചില്ല് വീട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലും വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യണമെന്ന്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കാനാണെങ്കിൽ കുറേ ഏറെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് ഓഫ് ക്യാമറയിൽ പോയി കണ്ടുപിടിച്ചിട്ട്
ദാ വരണമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറ്റുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് ദാ വരണം. ദാ വന്ന് എനിക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. ഇത് എത്ര സാധനങ്ങളാന്ന് നോക്ക് ഗൈസ്. ഇത് വെള്ളപ്പൂ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും അവിടെ ഇവിടെ ഓരോ സാധനങ്ങൾ വെക്കും. ഇതൊന്നും നമുക്ക് ബോൺമീൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ ആ വലിയ ഫ്രണ്ടിലിരിക്കുന്ന 3 പൂവും ആ സൺഫ്ലവർ നമുക്ക് ബോൺമീൽ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ നമുക്ക് ഉപകാരമുണ്ട്. പിന്നെ അതേ ബാമ്പു ഉണ്ട്. ബാമ്പു ഉപയോഗിക്കാം. ബാമ്പുവിന് പകരം വേറെ എന്താ സാധനം ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും അതും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. എന്തായാലും എനിക്ക് ഈ എപ്പിസോഡിൽ തന്നെ ഇത് മൊത്തം ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ മൊത്തം സാധനങ്ങൾ കളക്ട് ചെയ്ത് ഈ വീഡിയോ തന്നെ വെക്കണമെന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കായിരുന്നുണ്ടെങ്കിൽ കുറേ ബോറടിക്കും. പിന്നെ ഇത് നമുക്ക് അവിടെ പോയപ്പോഴാണെങ്കിൽ കുറച്ച് ബീഹൈവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും തപ്പി നടക്കായിരുന്നു. എന്തായാലും എനിക്കിപ്പോൾ പോയപ്പോൾ കിട്ടി വരണം. മതിയാവും. പിന്നെ സെറ്റ് ചെയ്യാമല്ലോ. ഒന്നുമില്ല ഗൈസ്, മൊബൈലിൽ മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ഇനി ഇവിടുന്ന് കുറച്ച് സാൻഡും കൂടി വേണം. വേറെ ഒന്നും ഷുഗർ കെയിന് നടണം. ഷുഗർ കെയിനും പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ, അയ്യോ കാറ്റസ്, അതും കൂടി അവിടെ നടാം. ഞാൻ എത്ര റോക്കറ്റും ഫുഡ് വേസ്റ്റ് ചെയ്യാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എൻ്റെ തലയിടിക്കും. എൻ്റെ തലയിടിച്ച് എൻ്റെ തലച്ചോറ് മിക്കവാറും പുറത്ത് വരുന്ന തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തലച്ചോറ് ബിരിയാണി വയ്ക്കും. വെറുതെ പറഞ്ഞ കേട്ടോ. ഓക്കെ, നമുക്കാണ് എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുക്കാം. ഒരു ബക്കറ്റ് വെള്ളം. എന്താണ് പ്രാന്താണ്. ഓക്കെ, വീണ്ടും ഒരു റോക്കറ്റ്. എത്ര റോക്കറ്റ് ഞാൻ ഈ വീഡിയോ കളഞ്ഞു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു ഷൾക്കർ റോക്കറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അതൊക്കെ ഞാൻ എവിടെ തീർത്തു എന്ന് എന്നോട് ചോദിക്കരുത്. എനിക്ക് പ്രാന്താ. ഞാൻ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ നടക്കും. ഇത് കൊള്ളാമല്ലേ? നമുക്ക് ഇങ്ങനെ വയ്ക്കാം. നടുക്കായിട്ട് നമ്മുടെ കാറ്റസ് വയ്ക്കാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് വയ്യ പൊളിക്കാം. പിന്നെ ഇത് ബീഹൈവ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കായിരുന്നു. പക്ഷെ അത് അലമ്പാവും. ഗ്ലാസിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നാണ് ഭംഗി ഉണ്ടാവില്ല, അകത്തുനിന്ന് നല്ല ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും ഇതൊന്നും ഇവിടെ വയ്ക്കണില്ല. ഇത് എവിടെയെങ്കിലും മരത്തിൽ അങ്ങനെ വയ്ക്കാം. അപ്പോൾ എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ പേര് RS. ഞാൻ വീണ്ടും പറഞ്ഞില്ലേ, ഇത് പുറത്ത് 2 ബാമ്പു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അസേലിയയുടെ 2 ടൈപ്പ് സാധനം. പിന്നെ ഇത് തണ്ണിമത്തങ്ങ. ഈ കാട് വളർന്ന് നടക്കുന്നത് ഗൈസ്. പിന്നെ ഇത് എല്ലാ സാധനങ്ങളും ഈ എന്തായിരുന്നു ഗ്ലോബറി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എത്ര കഷ്ടപ്പെട്ട് പോയി കണ്ടുപിടിച്ചതാണാവോ. അതും പോയി. കുഴപ്പമില്ല. ഞാൻ വീണ്ടും ഇനി നെതറിൽ പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരാം. എത്ര നേരത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ ഒറ്റ വീഡിയോയിൽ കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ 4K ലോഡിംഗ് ആണ്. വീണ്ടും ഓർമ്മിപ്പിക്കണേ. പിന്നെ നമ്മൾ ഡെയിലി ആണെങ്കിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇരുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക മുന്നത്തെ വീഡിയോസ് എല്ലാം. പിന്നെ ഇതാണെങ്കിൽ വളർന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് വെക്കാട്ടാ. ഇത് പക്ഷേ ജാവയിൽ മാത്രം വർക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ബെഡ്റൂം കളിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വർക്കായില്ലെങ്കിൽ വർക്കാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല പുതിയ അപ്ഡേറ്റിൽ എങ്ങനെ മാറ്റിയെന്ന്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്കാണെങ്കിൽ നമ്മൾ മോസ് ബ്ലോക്കിൻ്റെ കാർപ്പറ്റും കൂടി വെച്ചിട്ടുണ്ട്. അതും നൈസായിട്ടുണ്ട്. കണ്ട, എനിക്ക് എവിടെ നിന്നാണോ ഇങ്ങനെ ഐഡിയാസൊക്കെ കിട്ടണതെന്ന് എന്നോട് ചോദിക്കരുത്. കുറേ ഐഡിയാസൊക്കെ ഉണ്ടെന്ന്. ഫുഡും തീരാറായി. നമുക്ക് വരുന്ന എപ്പിസോഡിൽ കുറച്ച് എമറാൾഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വലിയ റിച്ച് RS. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ പരിപാടി എന്തായാലും ഇന്നത്തെ കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ഈ പാത്ത് ഞാൻ കുറച്ച് വരച്ചിട്ടിട്ടുണ്ട്. ഈ പടം വരയ്ക്കുമ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഇട്ടില്ലേ, അതുപോലെ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിന് കളർ കൊടുക്കാമെന്ന്. എന്നുവെച്ചാൽ നമുക്ക് ഇതിന് ഒരു ബ്യൂട്ടിഫിക്കേഷൻ ആക്കാമെന്ന്. ഈ എപ്പിസോഡിൽ എന്തായാലും എനിക്ക് വയ്യെന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി ഔട്ട്ലൈൻ ഇട്ട് വയ്ക്കാം. കുറച്ചധികം ഔട്ട്ലൈനിൻ്റെ ആവശ്യം വരും. കാരണം ഞാൻ കുറേ ഐഡിയാസ് കാര്യങ്ങളും കണ്ടുവച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനാണ്, വേറെ ഒന്നല്ലെന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊരു കമൻറ്റെങ്കിലും ഇടണമെന്ന്. ഒരു ബ്ലൂ ഹാർട്ടോ, ഒരു റെഡ് ഹാർട്ടോ, വെള്ള ഹാർട്ടോ, ഏതെങ്കിലും ഹൃദയങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത എപ്പിസോഡ് നാളെ 4 മണിക്ക്.